ഫുഡീസ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചും കൊണ്ടുള്ള 2 തരത്തിലുള്ള ഐസ്ക്രീമാണ്. ഈ 2 ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാം. ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം മാത്രമേ എക്സ്ട്രാ ഇതിന് വേണ്ടുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ മിക്സിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ 1-2 മിനിറ്റ് ടൈമിന് ഡിഫറൻസ് വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് വാട്ടർമെലൺ വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് വാട്ടർമെലൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു ഓവർനൈറ്റ് ഫുള്ളും ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും ഇതുപോലെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഐസ്ക്രീം പെർഫെക്റ്റായി കിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം മധുരമുള്ള വാട്ടർമെലൺ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈ 2 ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്താലും മതി. ക്ലീൻ റാപ്പ് വയ്ക്കുമ്പോൾ ഇതിനുള്ളിലേക്ക് ഐസൊന്നും അങ്ങനെ വീഴില്ല. ഇത് 3 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഐസ്ക്രീമൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഒരു സ്കൂപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. പെർഫെക്റ്റായിട്ട് വാട്ടർമെലൺ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നണമെങ്കിൽ കളർ വേണമെങ്കിൽ ചേർക്കാം. ഫുഡ് കളർ എന്തെങ്കിലും ചേർക്കാം. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് അല്പം ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഏത് ഐസ്ക്രീമാണെന്ന് നോക്കാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു മാങ്ങ നന്നായിട്ട് കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണ്, അതുകൊണ്ട് ആണ് 5 ടേബിൾ സ്പൂൺ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇതും 3 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഒരുപാട് നേരം ഫ്രീസ് ചെയ്യാൻ വയ്ക്കരുത് കേട്ടോ. 2 to 3 മണിക്കൂർ അത്ര ടൈം മാത്രം ഫ്രീസ് ചെയ്യാൻ വെച്ചാൽ മതി. ഇപ്പോഴത്തെ 3 മണിക്കൂറായി. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി അതൊന്ന് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്നെല്ലാം കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ബനാനയും അതുപോലെ അവക്കാഡോ, ചിക്കു, ഇത് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി വളരെ സിമ്പിളല്ലേ. പിള്ളേരൊക്കെ ചോദിക്കും, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ലേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.